സമസ്തയിലെ ലീഗ് വിരുദ്ധരും പാണക്കാടും തമ്മിൽ നടന്ന അനുരഞ്ജന നീക്കങ്ങൾ പാതി വഴിയിൽ പാളി. ചർച്ചയിലെടുത്ത തീരുമാനങ്ങളല്ല ലീഗ് വിരുദ്ധർ പുറത്തു പറഞ്ഞതെന്ന വിമർശനവുമായി സാദിഖ് അലി തങ്ങൾ രംഗത്തെത്തി. പാണക്കാട് തങ്ങളോട് മാപ്പു പറയേണ്ടതില്ലെന്ന് ഉമർ ഫൈസിയും തുറന്നടിച്ചതോടെ ഇരുവിഭാഗവും പോർവിളി മുഴക്കുകയാണ്. ചില തെറ്റായ ധാരണകൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. വ്യക്തിപരമായി തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. അതിൻ്റെ നിജസ്ഥിതി തങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. ജിഫ്രി തങ്ങളുടെ മധ്യസ്ഥതയിൽ പാണക്കാട് ചേർന്ന ഒത്തുതീർപ്പിന് ഒരു ദിവസത്തെ ആയുസേ ഉണ്ടായിരുന്നുള്ളൂ. ചർച്ചയിലെ ഖേദപ്രകടനം സമസ്ത നേതാക്കൾ പുറത്ത് പറഞ്ഞില്ലെന്നതാണ് സാദിഖ് അലി തങ്ങളെ ചൊടിപ്പിച്ചത്. PK കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം എത്തി തങ്ങൾ പരസ്യമായി പ്രതിഷേധമറിയിച്ചു. ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത്. അത് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്നു പറയേണ്ടതായിരുന്നു. പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നുണ്ടായത്. ചർച്ചയിലെ ധാരണ സമസ്ത നേതാക്കൾ പാലിച്ചില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി എന്നോട് പറഞ്ഞിട്ട്, അതാണ് തങ്ങൾ പറഞ്ഞത്. എന്നോട് പറയലല്ലോ, അത് പൊതുപ്രസ്താവന ഒന്നല്ലേ, അത് അവർ പറയുകയും ചെയ്തു. അത് ഞങ്ങൾ പുറത്ത് പറയാനുള്ള ധാരണയിലാണ് പോയത്. പക്ഷെ അതുമാത്രം പറഞ്ഞില്ല. കീഴടങ്ങിയുള്ള സമവായം ഇല്ലെന്ന് വ്യക്തമാക്കി ഉമർ ഫൈസിയും രംഗത്തു വന്നു. പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല. മാപ്പ് ദൈവത്തോട് മാത്രം. ഞങ്ങൾ അള്ളാഹുവിനോടല്ല വേറെ ആളും പറഞ്ഞു. ഞങ്ങൾ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പറയലാണ്. വേറെ ഒരാളോട് നമ്മൾ മാപ്പ് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ തെറ്റും ചെയ്യാറില്ല. ചർച്ചയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ജിഫ്രി തങ്ങളും കൂടുതൽ പ്രതികരണം നടത്തിയില്ല. ഒക്കെ പരിഹരിച്ചിട്ടുണ്ട്. അതിൽ അന്നലെ പരിഹരിച്ചതൊക്കെ പരിഹരിക്കും ഞങ്ങൾ. സമവായ നീക്കങ്ങളെല്ലാം പാളുന്നു. ഇരുപക്ഷവും നിലപാടിൽ ഉറച്ചു തന്നെ. സമവായത്തിന് ആര് ചുക്കാൻ പിടിക്കുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.